നമസ്കാരം. സ്മാർട്ട് മീറ്റിംഗ് മാനേജ്മെന്റ് എന്ന പേരിൽ പുതിയൊരു മൊഡ്യൂൾ കൂടി റിലീസ് ആയിട്ടുണ്ട്. ഇനി മുതൽ ഭരണസമിതി യോഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളും സ്മാർട്ടിലൂടെയാണ് അതിന്റെ മിനിറ്റ്സും മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന 2 കമ്മിറ്റികളിലേക്കും അജണ്ട തയ്യാറാക്കുന്നത് നിലവിൽ നമ്മൾ ഫയലിൽ നിന്നും ഡ്രാഫ്റ്റ് ഓപ്ഷൻ വഴിയായിരുന്നു അജണ്ട തയ്യാറാക്കിയിരുന്നത്. അതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ക്ലർക്കിന്റെ ഫയലാണ്. ക്ലർക്കിന്റെ ലോഗിനിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയലാണിത്. ആ ഫയലിനകത്ത് അജണ്ട തയ്യാറാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ഫയലായതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഡ്രാഫ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ന്യൂ ഡ്രാഫ്റ്റ്, ആ ന്യൂ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റിന്റെ തരം അജണ്ട അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ട എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഇനി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ന്യൂ അജണ്ട എന്നൊരു മെനു ആയിരിക്കും അവിടെ വരുന്നത്. ആ ന്യൂ അജണ്ടയിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അജണ്ടയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് നോട്ട് പാഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടുകൾ കണ്ടുകൊണ്ടും, ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള മറ്റ് ഡ്രാഫ്റ്റുകൾ കണ്ടുകൊണ്ടും, ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിലുള്ള ഡോക്യുമെന്റുകൾ കണ്ടുകൊണ്ടും നമുക്ക് അജണ്ടകൾ തയ്യാറാക്കാൻ പറ്റും. അതിനകത്ത് മീറ്റിംഗ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യണം. കൗൺസിൽ മീറ്റിംഗിലേക്കുള്ള അജണ്ടകളാണോ മറ്റ് കമ്മിറ്റികളിലേക്കുള്ള അജണ്ടകളാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സ്പെഷ്യൽ മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രത്യേകമായി കൂടുന്ന മീറ്റിങ്ങുകൾക്ക് വേണ്ടി മാത്രം ടിക്ക് ചെയ്യേണ്ടതാണ്. അതിപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. പിന്നെ വരുന്നിടത്ത് അവിടെ നമ്മൾ അജണ്ടയുടെ ഒരു ടൈറ്റിൽ കൊടുക്കുക. അജണ്ടയുടെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അജണ്ട എന്താണെന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിൽ വിശദമായിട്ട് കൊടുക്കുക. നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കാം. അതല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്രാഫ്റ്റ് നോട്ട് വഴി നമ്മുടെ ഫയലിൽ തന്നെ ഉള്ളതാണെങ്കിൽ ഫ്രം ദിസ് ഫയൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫയലിലുള്ളതാണെങ്കിൽ ആ ഫയൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലുകളിലുള്ള നോട്ടുകളോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റുകളോ നമ്മുടെ ഫയലിലേക്ക് അജണ്ടയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം എനിക്ക് എൻ്റെ ഫയലിൽ തന്നെയുള്ള നോട്ടിൽ മൂന്നാമത്തെ നോട്ട് എനിക്ക് അജണ്ടയുടെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അജണ്ട ടൈപ്പ് ചെയ്യാതെ തന്നെ അജണ്ടയുടെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ഇവിടെ കിട്ടും. അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഈ അജണ്ടയിലേക്ക് ഏതെങ്കിലും അറ്റാച്ച്മെന്റ് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ അറ്റാച്ച്മെന്റ് വരുന്നത് നമ്മുടെ ഫയലിൽ ഉള്ള നാളിതുവരെ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൺ ചെയ്തപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെന്റുകളായിരിക്കും ലിസ്റ്റ് ചെയ്ത് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിന് നമ്മുടെ ഒന്നോ രണ്ടോ ഡോക്യുമെന്റിന് അജണ്ടയുടെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അജണ്ട സേവ് ആയി കഴിഞ്ഞു. അജണ്ട ക്രിയേറ്റ് ആയി കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ അജണ്ട എന്ന് പറഞ്ഞ ടാബിന്റെ താഴെ ബ്ലാങ്ക് ആയിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ അജണ്ട അവിടെ വന്നു കഴിഞ്ഞു. ഇത് ഞാൻ അയക്കാത്തിടത്തോളം കാലം എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും എനിക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ഡ്രാഫ്റ്റ് എല്ലാം തയ്യാറാക്കിയതിനു ശേഷം ഫോർവേഡ് ഓപ്ഷൻ ഉപയോഗിച്ച് ഫയലിന്റെ ഫോർവേഡ് ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഫയൽ ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അങ്ങനെയല്ല. അജണ്ടയുടെ നേരെ തന്നെ ഏത് അജണ്ട ആണെങ്കിലും ആ അജണ്ടയുടെ നേരെ ഫോർവേഡ് എന്നും പറഞ്ഞ് പ്രത്യേക ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അജണ്ട വേരിഫൈ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ സെക്ഷനുകളിലും ഓരോ അജണ്ടകളുടെയും കൗൺസിൽ അജണ്ട, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ടകളുടെ വേരിഫയർ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആ ഉദ്യോഗസ്ഥനെ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഫയൽ അവിടെ തന്നെ നിലനിൽക്കും. അജണ്ട മാത്രമായിരിക്കും ഫോർവേഡ് ആവുന്നത്. ഇപ്പോൾ അജണ്ടയുടെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്നായി. പക്ഷേ ഫയൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ആ ഫയലിനകത്ത് നമ്മുടെ മറ്റു കാര്യങ്ങൾ, ഡിമാൻഡ് ക്ലെയിമോ അല്ലെങ്കിൽ ഫയൽ എങ്ങനെയാണോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ ഈ ഫയൽ റൺ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഇപ്പോൾ ഈ സ്ക്രീനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഫയലിൽ തന്നെ നിൽക്കുമ്പോൾ അജണ്ട എന്നൊരു എക്സ്ട്രാ ടാബ് കൂടി ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. അതിന് ഈ അജണ്ടയുടെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും, സബ്മിറ്റഡ്. ഈ അജണ്ട പോയിരിക്കുന്നത് വേരിഫയർക്കാണ്. അവിടുന്ന് അത് വെരിഫൈ ചെയ്യുമ്പോഴും അജണ്ട അപ്രൂവ് ചെയ്യുമ്പോഴും പിന്നെ കൗൺസിൽ അജണ്ട പരിഗണിക്കുമ്പോഴോ കൗൺസിൽ അജണ്ട മാറ്റി വെക്കുമ്പോഴോ എല്ലാം എനിക്ക് ഫയലിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ അജണ്ടയുടെയും സ്റ്റാറ്റസ് ഇവിടെ പ്രത്യേകം പ്രത്യേകം കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ തയ്യാറാക്കി വിട്ടിരിക്കുന്ന അജണ്ട പോയിരിക്കുന്നത് ഇതിന്റെ വേരിഫയർക്കാണ്. ആ വേരിഫയർക്ക് ഈ അജണ്ട കിട്ടുന്നത് അജണ്ട വേരിഫൈ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ലോഗിനിൽ ഒരു ചൈൽഡ് ഫയലായിട്ടായിരിക്കും ഈ ഫയൽ വന്ന് വീഴുന്നത്. ആ ഫയലിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ അയച്ച ഫയലിന്റെ ടൈറ്റിൽ ഇവിടെ കാണാൻ പറ്റും. അതിന്റെ സർവീസ് കാണിക്കുന്നത് അജണ്ട എന്ന് പറയുന്ന ഒരു സർവീസ് ആയിട്ടായിരിക്കും, ഒരു ചൈൽഡ് ഫയലായിട്ടായിരിക്കും വേരിഫയർക്ക് വരുന്നത്. അദ്ദേഹം ആ ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് സാധാരണ ഫയൽ ചെയ്യുന്ന മറ്റ് ആക്ഷൻസ് ഒന്നും ഡ്രാഫ്റ്റ്, ഡിമാൻഡ്, അജണ്ട പോലുള്ള ഒന്നും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് അജണ്ട കാണാം. അജണ്ടയ്ക്കകത്ത് എന്തെങ്കിലും വേണമെങ്കിൽ മാറ്റം വരുത്താം. അവിടെ നിന്നുകൊണ്ട് ആ അജണ്ട തയ്യാറാക്കിയ മെയിൻ ഫയൽ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഫയലിലേക്ക് പോവാം. അതിനുശേഷം ഈ അജണ്ടയിൽ മാറ്റമൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഫയൽ ആക്ഷൻ എടുത്തിട്ട്
ഒന്നുകിൽ റെക്കമെൻഡഡ് ഫോർ അപ്രൂവൽ കൊടുത്ത് അപ്രൂവർക്ക് അയക്കാം. എന്തെങ്കിലും തിരുത്തൽ വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫോർ കറക്ഷൻ കൊടുക്കാം. അതല്ല വേറെ ആർക്കെങ്കിലും ഈ ഫയൽ കാണണമെന്നുണ്ടെങ്കിൽ റൂട്ട് ചേഞ്ച് ചെയ്ത് വഴി ഈ അജണ്ട ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് അവരുടെ റിമാർക്ക് വാങ്ങിച്ച് തിരിച്ച് റിട്ടേൺ ചെയ്ത് വാങ്ങിക്കാം. എന്നിട്ട് റെക്കമെൻഡഡ് ഫോർ അപ്രൂവൽ എന്ന് കൊടുക്കുക. ശ്രദ്ധിക്കുക, അജണ്ട ഫോർവേഡ് ചെയ്യുന്ന കേസിനകത്ത് ഒരു വേരിഫയറും അപ്രൂവറും മാത്രമേ ഉള്ളൂ. അതായത് സെക്ഷനിലെ സൂപ്രണ്ടുമാരോ അല്ലെങ്കിൽ നിശ്ചയിക്കുന്നവരായിരിക്കാം വേരിഫയർ. കൗൺസിൽ അജണ്ടയുടെ അപ്രൂവൽ സെക്രട്ടറി ആയിരിക്കും. സെക്രട്ടറി മാത്രമേ നമുക്ക് റെക്കമെൻഡ് ഫോർ അപ്രൂവലിൽ കിട്ടത്തുള്ളൂ. ഈ രീതിയിൽ അജണ്ട വേരിഫയറെ സംബന്ധിച്ച് അജണ്ട ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഒന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫയൽ ആക്ഷൻ വഴി വേണം ഈ അജണ്ട ഫയലിനെ റെക്കമെൻഡഡ് ഫോർ അപ്രൂവൽ അയക്കാനായിട്ട്. ഈ രീതിയിൽ അപ്രൂവർക്ക് അയക്കുക. അതിനുശേഷം അപ്രൂവറുടെ ലോഗിനിൽ അപ്രൂവറുടെ ലോഗിലും അതായത് സെക്രട്ടറിയുടെ ലോഗിലും ഈ ഫയൽ വരും. ഈ ചൈൽഡ് ഫയൽ വരും. അവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താം. മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇല്ലെങ്കിൽ ആ ഫയലിന് അപ്രൂവ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫയലിനകത്ത് ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്ത് ക്ലർക്ക് ആ അജണ്ട ഫോർവേഡ് ചെയ്യാതെ ഫയലിൽ മറ്റ് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെസ്സേജ് കാണിക്കും, പെൻഡിങ് അജണ്ട എന്ന് കാണിക്കും. മറ്റ് ലോഗിനുകളിലേക്ക് വന്നതിന് ശേഷം വേരിഫൈഡ് അപ്രൂവ്ഡ് ലോഗിൽ വന്നതിന് ശേഷം ഈ അജണ്ട വേരിഫൈയോ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാന്നുള്ള ആക്ഷൻ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. സെക്രട്ടറി ഈ അജണ്ട ഫയലിനെ എടുത്ത് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഇദ്ദേഹത്തിന് വന്ന ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചൈൽഡ് ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പോസ് ആയി പോവുകയും ഈ അജണ്ട മീറ്റിംഗ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ലോഗിനിൽ പ്രത്യേക മൊഡ്യൂളാണ്. അവരുടെ ലോഗിൽ അജണ്ടകൾ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഒരു ഇതുപോലെ തന്നെയാണ് കൗൺസിൽ അജണ്ടകൾ കൂടാതെ തന്നെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അജണ്ട തയ്യാറാക്കേണ്ടതും ഇതേ രീതിയിൽ തന്നെയാണ്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ അജണ്ടകളെല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ ലോഗിനുകളിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ക്ലർക്കിന്റെ ലോഗിനിൽ ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ അജണ്ട എന്ന് പറയുന്ന ഭാഗത്ത് ആ ഫയലിൽ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ അജണ്ടകളും ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അജണ്ടകളുടെ നിലവിലുള്ള സ്റ്റാറ്റസ് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ അജണ്ട അപ്രൂവ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ കമ്മിറ്റിയിൽ പോയതായിട്ടും അവിടെ തീരുമാനമാക്കിയിട്ടുണ്ടെങ്കിൽ തീരുമാനവും എല്ലാം ഈ ഫയലിൽ നിന്നുകൊണ്ട് അതാത് അജണ്ടയുടെ നേരിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ചെക്ക് ചെയ്ത് നോക്കാനും സാധിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ വേണം ഇനി മുതൽ എല്ലാത്തരം അജണ്ടകളും തയ്യാറാക്കി വിടാനായിട്ട്. നിലവിൽ പഴയ രീതിയിൽ തയ്യാറാക്കിയ അജണ്ടകൾ ഇനി മീറ്റിംഗിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. ഈ ഒരു പുതിയ സംവിധാനം വഴി എല്ലാവരും അജണ്ടകൾ തയ്യാറാക്കുക. തയ്യാറാക്കി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് വേരിഫയർ ആയിട്ട് നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ കാണിക്കുന്നില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അവർ അതിനകത്തേക്ക് മാപ്പ് ചെയ്ത് തരുന്നതാണ്. ഓരോ അജണ്ടയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേരിഫയർ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് സെക്ഷനിൽ നിന്ന് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും.